ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലത്ത് അധികം പോപ്പുലർ അല്ലാത്ത ഒരു സെഗ്മെൻറ്റാണ് സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാൻസിൻ്റെ. ഒരു കാലത്ത് ആൾക്കാർക്ക് ഈ സെഗ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സി സെഗ്മെൻറ്റ് സെഡാൻസ് എടുക്കാൻ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർ നേരെ എടുത്തുകൊണ്ടിരുന്നത് സബ് 4 മീറ്റർ സെഡാൻസ് ആണ്. പക്ഷേ ആ കാലം കഴിഞ്ഞു. ഇപ്പം SUV ആണ് ആൾക്കാർക്ക് വേണ്ടത്. അബവ് 4 മീറ്റർ SUV എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർ കോമ്പാക്ട് SUV ആണ് ഇപ്പോൾ എടുക്കുന്നത്. സബ് 4 മീറ്റർ SUVs ആണ് ഇപ്പോൾ എടുക്കുന്നത്. എന്തായാലും ഇതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ഹോണ്ട പുതിയ അമേസിൻ്റെ 3rd ജനറേഷൻ മോഡൽ ഇറക്കാൻ പോവുകയാണ്. ആൻഡ് ഈ വാഹനം ആദ്യമായിട്ട് ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് എമിഷൻ ടെസ്റ്റിംഗ് എക്വിപ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ഡൽഹിയിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടത്. ആൻഡ് ഈ വണ്ടി എന്ന് പറയുമ്പം നമ്മുടെ മെയിനായിട്ട് വരുന്ന ഡ്രൈവർ ഡിസയറാണ്. ആൻഡ് ഈ പറഞ്ഞു വരുന്ന ഡിസയറിനും ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് കിട്ടാൻ പോവുകയാണ്. 4th ജനറേഷൻ ഡിസയറാണ് ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് 2024 അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങുമെന്നാണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം സ്വിഫ്റ്റ് ഇറങ്ങിയായിരുന്നു 2024 മോഡൽ 4th ജനറേഷൻ സ്വിഫ്റ്റ്. അതിൻ്റെ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ഡിസയറാണ് വരാൻ പോകുന്നത്. പക്ഷേ ഡിസയറിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം സ്വിഫ്റ്റിൻ്റെ സെയിം ഫ്രണ്ട് പ്രൊഫൈലായിരുന്നു നമുക്ക് ഡിസയറിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ മോഡൽ അങ്ങനെ ആയിരിക്കില്ല. ഡിസയറിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പ്രൊഫൈലും റിയർ ഡിസൈൻ പിന്നെ എല്ലാ കാലത്തും വ്യത്യസ്തമായിരുന്നു സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം ഡിസൈൻ വൈസ് യൂണിക് ആയിട്ടുള്ളൊരു ഡിസയറാണ് നമുക്കിനി കിട്ടാൻ പോകുന്നത്. അമേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത്രയും കാലം അമേസ് എന്ന് പറയുന്ന കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. സിറ്റിയുടെ പ്ലാറ്റ്ഫോം ബേസ്ഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന പുതിയ ജനറേഷൻ അമേസ് ഇവർ സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പം ജസ്റ്റ് അകത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 3 ഫിക്സറായിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊന്നും ഇല്ല. അതിപ്പം പുതിയ 5th ജനറേഷൻ സിറ്റി നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവസ്ഥ. അതിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊന്നും ബാക്കിൽ അവർ കൊടുത്തിട്ടില്ല. എന്തായാലും ഈ വണ്ടിയിൽ പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്മോക്ഡ് ഔട്ട് ടെയിൽ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഓവറോൾ ഡിസൈൻ നോക്കുമ്പോൾ അതിൽ നമുക്ക് വലിയൊരു ഡിഫറൻസ് തോന്നുന്നില്ല. കാരണം അമേസ് എപ്പോഴും അവർ 3 ബോക്സ് ഡിസൈൻ ആയിരുന്നെങ്കിലും കുറച്ചൊരു ബോക്സി ലൈക്ക് ഡിസൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ബാക്കിൽ ഒരുപാട് കർവ്സോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു മെച്ചോർ ലുക്കിംഗ് സെഡാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒബ്വിയസ്ലി പ്രോപ്പർ സെഡാൻ അല്ല, പക്ഷെ എന്നാൽ പോലും നമുക്കൊരു സെഡാൻ്റെ ഒക്കെ ലുക്ക് കിട്ടുന്നു. ഒരു സബ് 4 മീറ്റർ കട്ട് പ്രൈസ് സെഡാനായിട്ട് വണ്ടി കാണുമ്പോൾ തോന്നില്ലായിരുന്നു. എനിക്ക് സെഗ്മെന്റിൽ അങ്ങനെ കട്ട് പ്രൈസ് സെഡാൻസ് ആയിട്ട് തോന്നാത്തത് ഒന്ന് 3rd ജൻ ഡിസയറും പിന്നെ ഈ പറയുന്ന അമേസും ആണ്. ബാക്കി വണ്ടികളൊക്കെ നമുക്ക് ബാക്കിൽ വെച്ച് അത്യാവശ്യമായിട്ട് എനിക്ക് ഡിക്കി ക്രോപ്പ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞ പോലത്തെ വണ്ടികളായിരുന്നു. അതിപ്പോൾ നമ്മുടെ ആസ്പയർ ആയാലും അല്ലെങ്കിൽ ടിഗോർ ആയാലും പിന്നെ ഏതാ വണ്ടി ഈ സെഗ്മെന്റ് ഈവൻ ഓറയാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ലുക്കാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ചിലപ്പം ആൾക്കാരനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഈ വണ്ടി എന്തായാലും ഇപ്പോഴും നമുക്ക് ആ ഒരു ഏകദേശം സിഗ്നേച്ചർ ഡിസൈൻ എന്ന് പറയാം, അത് തന്നെ ഒരു ക്യാരി ഓവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ പുതിയ അമേസ് വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പ്ലാറ്റ്ഫോം ഒക്കെ മാറുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടാനാണ്, എന്തായാലും ഇത് സബ് 4 മീറ്റർ സെഡാൻ തന്നെയല്ലേ, നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സും ഡിസൈനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കിയാൽ പോരെയെന്ന്. പക്ഷെ അതല്ല, നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം മാറുന്നു എന്ന് പറയുമ്പം വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ആ ഒരു സംഭവം സഹായിക്കും. കാരണം ഇപ്പം നമ്മൾ അമേസ് എടുക്കുകയാണെങ്കിൽ ഇതൊരിത്തിരി കട്ട് പ്രൈസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ഡൈനാമിക്സ് ഒക്കെ നമ്മളിപ്പം സിറ്റിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മോശമാണ്. അധികം സ്റ്റിയറിംഗ് ഫീൽ ഇല്ല. പിന്നെ അതിൻ്റെ അകത്ത് സോഫ്റ്റ് സസ്പെൻഷനാണ് വരുന്നത്. പക്ഷേ സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം ബോഡി റോൾ ഫീൽ ചെയ്യും. പിന്നെ കോർണറിംഗ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഹോണ്ട വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലുള്ള ഒരു രസം നമുക്ക് കിട്ടില്ല. പക്ഷേ സിറ്റി എടുക്കുകയാണെങ്കിൽ ആ വണ്ടിയിൽ ഇപ്പോൾ 5th ജനറേഷൻ നോക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റാണ്. പക്ഷേ വാഹനത്തിൻ്റെ ഷാസി അത്യാവശ്യം കേപ്പബിൾ ആയതുകൊണ്ടും അത് അത്യാവശ്യം സ്റ്റിഫാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടും സസ്പെൻഷൻ സോഫ്റ്റ് ആയാലും നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ് ഫീൽ ചെയ്യും. ഇനിയിപ്പം പുതിയ ജനറേഷൻ അമേസ് വരുന്നത് അവർക്ക് ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ അകത്ത് സോഫ്റ്റ് സസ്പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം നല്ല റൈഡും കിട്ടും, മോശമില്ലാത്ത ഹാൻഡ്ലിങ്ങും പുതിയ വണ്ടിയിൽ കിട്ടും. ഇതാണ് സസ്പെൻഷൻ മാറുമ്പോൾ വ്യത്യാസം വരുന്നത്. ബാക്കി സാധനങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതായത് എഞ്ചിനൊക്കെ സെയിം തന്നെയായിരിക്കും. പുതിയ അമേസും പെട്രോൾ ഓൺലി തന്നെയായിരിക്കും. CNG ഓപ്ഷൻ പിന്നെ അവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ തന്നെ ചില ഡീലർഷിപ്പ് ലെവൽസിൽ നമ്മുടെ ഹോണ്ട CNG ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അമേസിലൊക്കെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. പക്ഷേ ഞാൻ പൊതുവെ അങ്ങനെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ CNG പ്രിഫർ ചെയ്യുന്നത് കണ്ടിട്ടില്ല. കൂടുതൽ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യ സൈഡിലാണ് ആൾക്കാർ CNG നോക്കാറുള്ളത്. എന്തായാലും CNG ഇൻ കേസ് നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് നല്ല ബോഡി സ്റ്റൈലാണത്. കാരണം നമുക്ക് ബാക്കിൽ ബൂട്ട് സ്പേസ് ഒരുപാട് കോംപ്രമൈസ് ആവില്ല. ഹോണ്ട പിന്നെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്മുടെ ബൂട്ടിൻ്റെ അകത്ത് ഇൻവിസിബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ടാങ്കൊന്നും അല്ല വരുന്നത്. ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഉണ്ടല്ലോ, അതിപ്പോൾ ഹ്യുണ്ടായും കൊണ്ടുവന്നു, പിന്നെ ആദ്യം ടാറ്റ കൊണ്ടുവന്നു. അതൊന്നും അല്ല, ഇവർ സാധാരണ നമ്മുടെ കൺവെൻഷണൽ CNG സിലിണ്ടർ വെച്ചിട്ടൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ബൂട്ട് സ്പേസ് എന്തായാലും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോംപ്രമൈസ് ആവും. ഇനി ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹ്യുണ്ടായുടെ ഓറയോ അല്ലെങ്കിൽ ടാറ്റയുടെ ടിഗോർ, ടിയാഗോ, പിന്നെ നമ്മുടെ പഞ്ച്, അൾട്രോസ്
ഓട്ടോസ് ഇതിനകത്തൊക്കെ ഇപ്പോൾ ഈ ഒരു ട്വിൻ സിലിണ്ടർ ടെക്നോളജി ആണ് വരുന്നത്. അതൊക്കെ നോക്കാം. ഇനി ഈ പുതിയ ജനറേഷൻ അമേസിനകത്ത് നമുക്ക് ടെക്നിക്കലി അതായത് ടെക്നോളജി വൈസ് എന്തായാലും നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇത്തിരി പഴകി തുടങ്ങിയിട്ടുണ്ട്. ഈവൻ ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിലും നമുക്കൊരു ഇത്തിരി കുറച്ച് പഴയ വണ്ടി പോലെ തോന്നും. പുതിയ വണ്ടിയിൽ എന്തായാലും ഡാഷ്ബോർഡ് ഡിസൈൻ അവർ മൊത്തമായിട്ട് മാറ്റും. എക്സ്റ്റീരിയർ ഡിസൈനും നമുക്ക് ആ ഒരു ബേസിക് ഷേപ്പൊക്കെ ഏകദേശം റീറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ബാക്കി ഫ്രണ്ട് ഡിസൈൻ ആണെങ്കിലും റിയർ ഡിസൈൻ ആണെങ്കിലും ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരും. കാരണം പ്ലാറ്റ്ഫോം തന്നെ മാറാണ്. ഹോണ്ട ആ കാര്യത്തിൽ നമ്മൾ എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം സാധാരണ ഇപ്പോൾ കമ്പനികളൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് പണ്ടൊക്കെ എല്ലാവരും മാറ്റുമായിരുന്നു പ്ലാറ്റ്ഫോം ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ സുസുക്കി പ്ലാറ്റ്ഫോം ഒന്നും മാറ്റിയിട്ടില്ല. പഴയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടാണ് പുതിയ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് സ്വിഫ്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഹോണ്ട എന്തായാലും എല്ലാ വണ്ടികളും ഇപ്പോൾ ഇറക്കുകയാണെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മാറ്റിയിട്ട് ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഹോണ്ടയുടെ ജനറേഷൻ അപ്ഡേറ്റ്സ് വരാൻ. പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം നല്ല ജനറേഷൻ ചേഞ്ച് തന്നെയാണ് ഹോണ്ട ചെയ്യാറുള്ളത്. പിന്നെ അകത്തൊക്കെ ആണെങ്കിലും നമുക്ക് സിറ്റിയിൽ വരുന്ന പല ടെക്നോളജീസും ഈ വാഹനത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പുതിയ 8-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് സിറ്റിയിൽ കിട്ടുന്ന പോലത്തെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഓട്ടോ AC കൺട്രോൾ നോബ്സ്, പിന്നെ വരാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു സൺറൂഫൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം പുതിയ ഡിസൈറിൽ ഒബ്വിയസ്ലി സൺറൂഫ് വരുന്നുണ്ട്. അത് ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഡിസൈറിൽ സൺറൂഫ് ഉണ്ട്, 360° ക്യാമറ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വണ്ടികൾ ഓഫർ ചെയ്യാത്ത പല ഫീച്ചേഴ്സും ഡിസൈറിൻ്റെ പുതിയ ജനറേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഈവൻ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഹ്യുണ്ടായി പോലും ഓറയിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഹോണ്ടയിൽ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഈ സെഗ്മെൻറ്റിൽ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്താലേ കാര്യമുള്ളൂ. പിന്നെ പെട്രോൾ എഞ്ചിന് ഡിഫറൻസ് ഇല്ല എന്നുള്ളത് കുറച്ച് പ്രശ്നമാണ്. കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന 1.2 IV-Tech നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമാണ്. നമുക്കത് ഹോണ്ടയുടെ സിറ്റിയിൽ വരുന്ന 1.5 NA എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം 1.5 ഒരു വളരെ ഗംഭീര എഞ്ചിനാണ്. പറഞ്ഞു വരുമ്പോൾ രണ്ടും 4 സിലിണ്ടർ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും 1.5ൻ്റെ പവറും അതിൻ്റെ അകത്ത് കിട്ടുന്ന നമുക്കൊരു ഡ്രൈവബിലിറ്റിയും സംഭവങ്ങളൊന്നും 1.2-നില്ല. പിന്നെ ഒരു IV-Tech എഞ്ചിൻ എന്ന് നമ്മൾ പറയുമ്പോഴും 1.2 NA എഞ്ചിൻ്റെ പവർ എടുക്കുകയാണെങ്കിൽ പോലും നമുക്കതങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈവൻ നമ്മുടെ K സീരീസ് എഞ്ചിൻസ് ഇതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആണ്, പ്രത്യേകിച്ച് ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു യൂസബിൾ പവർ. ഇപ്പോൾ K സീരീസ് എഞ്ചിൻസ് ഒക്കെ ആണെങ്കിൽ ലോ എൻഡ് അത്യാവശ്യം പവർ ഉണ്ട്, നമുക്ക് മിഡ് റേഞ്ച് ഈ ഡീസൻ്റ് ആണ്, ടോപ്പ് എൻഡിൽ ആവശ്യത്തിന് പവർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം വണ്ടി ഒന്ന് നീങ്ങണമെങ്കിൽ കുറച്ച് ടോപ്പ് എൻഡിലേക്ക് കയറേണ്ടി വരും. ലോ എൻഡും മിഡ് റേഞ്ചും ഒക്കെ ഓൾമോസ്റ്റ് ഒരു ബ്ലാൻഡ് ടൈപ്പാണ്. 1.5 IV-Tech നേരെ തിരിച്ചാണ്. നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ഉള്ള NA എഞ്ചിൻസ്, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് എഞ്ചിനായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആ എഞ്ചിൻ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിലെ ടർബോ പെട്രോൾ എഞ്ചിൻസ് തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്. 1.5 ടർബോ പെട്രോൾസ് എടുക്കുകയാണെങ്കിൽ പോലും സിഗ്നിഫിക്കൻ്റ്ലി ഫാസ്റ്റാണ് നമ്മുടെ 1.5 IV-Tech വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്തായാലും ഇതൊക്കെയാണ് നമുക്കിപ്പം പുതിയ ഹോണ്ട അമേസിനെ പറ്റി പറയാനുള്ളത്. ഹോണ്ടയ്ക്ക് പിന്നെ ഇന്ത്യയിൽ ഇനിയിപ്പോൾ കുറച്ചധികം ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ കിട്ടും. അവർ ഇന്ത്യ വിട്ട് പോകുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കുന്നില്ല. കാരണം അവർ ഇന്ത്യക്ക് വേണ്ടി പുതിയൊരു PF2 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തായിരിക്കും നമുക്ക് പുതിയ ജനറേഷൻ സിറ്റി ഒക്കെ കിട്ടാൻ പോകുന്നത്. പക്ഷേ അത് ഈ അടുത്ത കാലത്തൊന്നും വരില്ല കേട്ടോ. 2028-ലാണ് പുതിയ ജനറേഷൻ സിറ്റിയുടെ ലോഞ്ചൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇന്ത്യയിൽ ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും. ഒരു പുതിയ 7-സീറ്റർ വണ്ടി വരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹോണ്ടയുടെ എലവേറ്റ് ബേസ്ഡ് SUV അതിന് മുന്നേ വരും, അതായത് ഇലക്ട്രിക് SUV. അത് കഴിഞ്ഞ് പിന്നെ PF2 പ്ലാറ്റ്ഫോമിലും അവരുടെ ഇലക്ട്രിക് വണ്ടികൾ വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഹോണ്ടയുടെ ഫ്യൂച്ചർ അത്യാവശ്യം ബ്രൈറ്റ് ആണ്. ഈ വണ്ടികൾ ഇന്ത്യയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോമും കൂടെ ചെയ്താൽ മതി. പിന്നെ അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വണ്ടികൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ബിസിനസ്സിൽ അവരിപ്പോൾ നല്ല പ്രോഫിറ്റ് കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എലവേറ്റ് പുറത്തോട്ട് WRV ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത്. ഞാൻ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ടാഗിലോ എല്ലാം കൊടുത്തേക്കാം. ജസ്റ്റ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.